കോറികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചട്ടങ്ങൾ, മാനദണ്ഡങ്ങൾ എല്ലാമുണ്ട്. അവിടെ നിന്ന് എത്ര ലോഡ് ഒരു ദിവസം പൊട്ടിച്ച് നീക്കാം, അങ്ങനെ നീക്കിയാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യണം, എത്ര പ്രദേശത്ത് ഖനനം നടത്താം, ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പലപ്പോഴും ഖനനം നടക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോഴിതാ ജനങ്ങളുടെ പരാതി അധികൃതർ കേട്ടമട്ട് നടിക്കുന്നില്ല എങ്കിൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യണം എന്നത് തന്നെയാണ് ആ പ്രദേശവാസികളുടെ ആവശ്യം. കാരണം അവർക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഒരു കോറി കാരണം ജനങ്ങൾ മാറി താമസിക്കേണ്ട ദുരവസ്ഥയല്ല സൃഷ്ടിക്കപ്പെടേണ്ടത്, മറിച്ച് ആ കോറിയുടെ പ്രവർത്തനം നിയമപരമാക്കുക എന്നതാണ്. എന്തു തന്നെയാണെങ്കിലും വില്ലേജ് ഓഫീസറും ഫയർഫോഴ്സും അവിടെ പരിശോധന നടത്തി. അതീവ അപകടം ഉയർത്തുന്നതാണ് ആ മൺകൂന എന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സമീപത്ത് നിന്ന് കുടുംബങ്ങൾ മാറി താമസിക്കാൻ ആണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതാണ് വിചിത്രമാകുന്ന കാര്യം. അതായത് നിയമലംഘനം നടത്തുന്നത് കോറിയാണ്, കോറി ഉടമസ്ഥനാണ്, പക്ഷേ മാറി താമസിക്കേണ്ടത് ജനങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, ജനങ്ങൾക്ക് അവരുടെ ജീവന് അപകടം സംഭവിക്കാത്ത തരത്തിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. അതേസമയം മാറി താമസിക്കുകയല്ല, അടിയന്തരമായി മണ്ണ് നീക്കുകയാണ് വേണ്ടത് എന്ന നിലപാട് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് അധികൃതർ അവിടേക്ക് എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് കാലവർഷം കല്ലുതുള്ളി തുടരുകയാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലടക്കം വലിയ മഴയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് അപകടമുണ്ടാവുകയും തുരങ്ക പാതയുടെ മുൻവശത്തെ മണ്ണിടിയുകയും നിരവധി പേരെ കാണാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് ഇത്രമേൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. സർക്കാർ അടക്കം ഇക്കാര്യം നേരത്തെ തന്നെ അധികൃതർക്ക് ചൂണ്ടിക്കാട്ടിയെങ്കിലും മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഉണ്ടായ വീഴ്ച തന്നെയാണ് ഇത്രമേൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ കക്കടാംപൊയിലും സമാനമായ രീതിയിലുള്ള ഒരു വലിയ അപകടം പതിയിരിക്കുന്നത്. അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കോറി നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട വലിയ മൺകൂനയും അതുപോലെ തന്നെ പാറകഷ്ണങ്ങളുമൊക്കെ ഒരു നാടിന്റെ ഒന്നടങ്കം ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു. നമ്മോടൊപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആസാദ് തന്നെയുണ്ട്. ആസാദ്, വലിയൊരു പ്രശ്നമാണ്, ഒരു വലിയ ഭീഷണിയാണ് ഈ നാട്ടുകാർക്ക് മുന്നിൽ ഉള്ളത് ഇപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും കോഴിക്കോട് മലപ്പുറം ജില്ല അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കക്കാടംപൊയിലെ നായാടംപൊയിൽ മേലെ മങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ ഒരു കോറി ഒരു വർഷമായിട്ട് പ്രവൃത്തി ആരംഭിക്കുകയും ആ കോറിൻ്റെ കല്ല് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തു മാറ്റിയ മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയും ചെയ്തു. ഇതിന് തൊട്ട താഴെ ഒരു 3ഓളം കുടുംബങ്ങളും അതിന് ഈ ഇപ്പുറം വലിയൊരു പുഴയാണെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ വലിയൊരു ഒരുപാട് ആളുകൾ ഇതിനകത്ത് അകപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാലറിയാം. ഒരു വർഷമായി കോരി തുടങ്ങിയിട്ട് ഞങ്ങൾ പരാതി കൊടുക്കാത്ത സ്ഥലങ്ങളില്ല. ഇത് പരാതി കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് അതിർത്തികൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ജിയോളജി വകുപ്പാണ് ചെയ്യേണ്ടത്. ജിയോളജി വകുപ്പാണ് അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഹൈഡ്രോളിക്സ് ഇന്നാൾ ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു കിണർ കുഴിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നു. ആ പുള്ളിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ഞാൻ മഴക്കുഴി കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: ഇതൊരു ഒറ്റ പാറയാണ് ഈ പ്രദേശം മുഴുവൻ, ചില സ്ഥലത്ത് കൂടുതൽ മണ്ണ്, ചില സ്ഥലത്ത് കുറച്ച് മണ്ണ് എന്നുള്ളൂ. അപ്പോൾ നമ്മൾ മഴക്കുഴി കുഴിച്ചാൽ പോലും മഴക്കാലം ആകുമ്പോഴത്തേക്കും പാറയിൽ നിന്ന് വെള്ളം കയറിയിട്ട് പാറയുമായിട്ടുള്ള മണ്ണിൻ്റെ ബലം വിട്ടുപോകും. അത് കഴിഞ്ഞിട്ട് പല ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഭയങ്കര സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കുഴി ഒരു കാരണവശാലും കുഴിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. ആ പ്രദേശത്താണ് ജിയോളജി വകുപ്പ് ഇത്രയും വലിയൊരു കോറിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. ആ മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു വീടുണ്ട്, അവരുടെ വീട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്, പേടിച്ചാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിയുന്നത്. ഈ മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. എൻ്റെ വീട്ടിൽ 4 കുഞ്ഞുങ്ങളാണ്, അതായത് 11 വയസ്സ് തൊട്ടുള്ള ആക്കി കുഞ്ഞുങ്ങളാണ് ഉള്ളത്, പിന്നെ 67 വയസ്സുവരെ അമ്മ. അപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ മക്കൾക്ക് കാവലിരിക്കുകയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോൾ പൊട്ടും നല്ല ആശങ്കയിലാണ്. പൊട്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും ഓടാൻ പറ്റില്ല. കാട്ടാനും മുന്നിലാണ്, വീടിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതായത് കോറി ചുറ്റുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ട് കോറിക്കാരൻ. എന്നിട്ട് അവിടെ ആര് കാട് വെട്ടുവോ അല്ലെങ്കിൽ വൃത്തിയാക്കിയിടുവോ ഒന്നും ചെയ്യാറില്ല. അവിടെ ആന വന്നാൽ പോലും കാണാൻ മേലാത്ത അവസ്ഥയാണ്. ആന മാത്രമല്ല, ഇഴജന്തുക്കളടക്കം വീടിന് ഉള്ളിൽ കയറുന്ന അവസ്ഥയിലാണ്. ഞാനൊരു ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് ബസ്സിന് ഇങ്ങോട്ട് കയറി പോകുന്ന ടൈമിൽ അവരവിടെ എന്നെ തടഞ്ഞു നിർത്തി. പോകാൻ പറ്റത്തില്ല, 2 വെടി പൊട്ടിക്കുന്നുണ്ട്, കൊച്ചാത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്തായാലും വയനാട്ടിൽ വലിയ തോതിൽ മണ്ണ് കൂടിക്കിടന്നപ്പോൾ അത് മാറ്റാനുള്ള നിർദ്ദേശം
നിർമ്മാണ കമ്പനിക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് മാറ്റുന്നതിനായി എന്ത് നടപടികൾ അല്ലെങ്കിൽ മാറ്റിയോ എന്ന പരിശോധന നടത്തുകയുണ്ടായില്ല എന്ന വലിയ വിമർശനമായിരുന്നു. ഇവിടെയും ഇപ്പോൾ താൽക്കാലികമായി ഇവരോട് മാറി താമസിക്കാൻ പറയുന്നതിനപ്പുറം ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്തായാലും ഈ മഴക്കാലം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റാൻ പര്യാപ്തമായ ഏത് നിമിഷവും അത് മാറ്റിക്കുന്നതിനുള്ളൊരു ഉത്തരവുണ്ടാവണം. ഉത്തരവുണ്ടായാൽ മാത്രം പോരാ, അത് മാറ്റിയെന്ന് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി വിലയിരുത്തി ഉറപ്പുവരുത്തുകയും വേണം. എന്നാൽ മാത്രമേ ഈ കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.